ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT ക്ലാസ് 10th നമ്മുടെ CBSE 9th ക്ലാസ്സിലെ ചാപ്റ്റർ 2 പോളിനോമിയൽസിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 7 and 8 ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 7ാമത്തെയും 8ാമത്തെയും ചോദ്യം സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റി. അനുയോജ്യമായ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ മൾട്ടിപ്ലൈ 99 അപ് ടു 3 ടൈംസ്, ബട്ട് വി നീഡ് ടു യൂസ് ദ ഐഡൻറ്റിറ്റി. ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റികളിലൊന്ന് എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബും പിന്നൊന്ന് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബാണ്. ഓക്കെ, എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബും എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബും അതിലേതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് നമ്മളിതിനെ ചേഞ്ച് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം 99 നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? 100 മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, 100 മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ 100 മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്നായി. അപ്പോൾ നമുക്ക് ഇതായി രണ്ടാമത്തെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് 3xy ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 100 ആണ്, വൈൻ്റെ സ്ഥാനത്ത് 1 ആണ്. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് 100 ആണ്, വൈ 1 ആണ്. അപ്പോൾ 100 മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഞാൻ കൊടുത്തു. എക്സ് ക്യൂബ് അപ്പോൾ 100ൻ്റെ ക്യൂബ് മൈനസ് വൈ ക്യൂബ്, വൈ 1 ആണ്, 1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് 100 വൈ 1 എക്സ് 100 വൈ 1. ഓക്കെ, 100ൻ്റെ ക്യൂബ്. ഓക്കെ, 100നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 തന്നെയാണ്. 2 0 3 ടൈംസ് വരുമ്പോൾ 6 zeros വരും കേട്ടോ. 1ൻ്റെ ക്യൂബ് 1 ആണ്. 3 ഇൻറ്റു 100 300 ആണ്. ദെൻ 9 മൈനസ് 1 99 കിട്ടും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 10 lakh മൈനസ് 1 9 lakh 9,99,999 കിട്ടും. 10 ലക്ഷത്തുനിന്ന് 1 പോയാൽ 9,99,999 എന്ന് കിട്ടും. ഓക്കെ, മൈനസ്, ഓക്കെ ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ടുള്ളൂ, മൈനസ് 300 ഇൻറ്റു 99. അതെങ്ങനെ ചെയ്യാം? 99 ഇൻറ്റു 3 ചെയ്യാം. 27 ഇഷ്ടം 2 വരും. 27 29. എത്ര പൂജ്യമാണുള്ളത്? 2 zeros ആണുള്ളത്. 2 0 ഇട്ട് കൊടുക്കുക. ഇനി 9,99,999 മൈനസ് 0,0792. ഓക്കെ, മൈനസ് ചെയ്യുക. 9 മൈനസ് 0 9, 9 മൈനസ് 0 9, 9 മൈനസ് 7 2, 9 മൈനസ് 9 0, 9 മൈനസ് 2 7 and 9. 9,70,299 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ ഓക്കെ, ദ നെക്സ്റ്റ് വൺ 102 ദ ഹോൾ ക്യൂബ് ആണ്. 102ൻ്റെ ക്യൂബ്. 102നെ നമുക്ക് 100 പ്ലസ് 2 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് 100 ആണ്, വൈ 2 ആണ്. കൊടുത്തു. എക്സ് ക്യൂബ് 100ൻ്റെ ക്യൂബ്, വൈ ക്യൂബ് 2ൻ്റെ ക്യൂബ്, 3 ഇൻറ്റു എക്സ് 100 വൈ 2 100 പ്ലസ് 2. 100ൻ്റെ ക്യൂബ് നേരത്തെ പോലെ തന്നെ 100 1 പിന്നെ 6 പൂജ്യം വരും. 2 പൂജ്യമാണ്, അത് 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 പൂജ്യം. 2ൻ്റെ ക്യൂബ് 8 ആണ്. ദെൻ 3 ഇൻറ്റു 2 6 ആണ്. 6 ഇൻറ്റു 100 600 ആണ്. ദെൻ 600 ഇവിടെ 100 പ്ലസ് 2 102 എന്ന് വരും. ഓക്കെ, നേരത്തെ പോലെ തന്നെ 10 lakh പ്ലസ് 8 10 lakh 8 എന്ന് കിട്ടും. 10 lakh 8 10 lakhലോട്ട് 8 കൂട്ടിയാൽ 10 lakh 8. ദെൻ 600 ഇൻറ്റു 102 102നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 102നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 6 are 12 0 1 6 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാനാണ്. അപ്പോൾ 2 4 5 0 അല്ലേ. 1 2 3 4 5 then 8 then 0 0
2 1 and 6 8 0 2 1 6 0 1 10,61,208 എന്ന് കിട്ടും. 10 lakh 10 lakh തന്നെയല്ലേ, ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം. ഓക്കെ, 10 lakh ഇവിടെ വരണം കോമ കേട്ടോ. 10,61,208 കിട്ടും. then അടുത്ത് 998 the whole cube 1000 minus 1 എടുക്കണം. സോറി 1000 minus 2, 98 ആണല്ലോ, അപ്പോൾ 1000 minus 2. രണ്ടാമത്തെ ഐഡൻറ്റിറ്റി എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ചെയ്യുക. ഇവിടെ നോക്കി, എക്സിൻ്റെ സ്ഥാനത്ത് 1000 ആണ്, വൈയുടെ സ്ഥാനത്ത് 2 ആണ്. എന്നാൽ ഞാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. 1000ൻ്റെ ക്യൂബ്, 1000ൻ്റെ ക്യൂബ് മൈനസ് 2ൻ്റെ ക്യൂബ് മൈനസ് 3 ഇൻറ്റു 1000 ഇൻറ്റു 2 ഇൻറ്റു 1000 മൈനസ് 2. 1000ൻ്റെ ക്യൂബ് അറിയുമ്പോൾ 1000 ഇൻറ്റു 1000 ഇൻറ്റു 1000 ആണ്. 1000നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്നറിയോ? എത്ര സീറോ ഉണ്ട്? 3 3 3 6 6 3 9. അപ്പോൾ ഒരു 1 ഇട്ടിട്ട് 9 സീറോ ഇട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ 2ൻ്റെ ക്യൂബ് 8 ആണ്. ദെൻ 3 ഇൻറ്റു 2 6 ആണ്. 6 ഇൻറ്റു 1000 6000 ആണ്. ഇൻറ്റു 1000 എന്ന് 2 പോയാൽ 998 ആണ്. ഓക്കെ, ദെൻ അടുത്തതിൽ ഇവിടുന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഇതൊക്കെ 9 ആവും. ഇവിടെ നിങ്ങോട്ട് എടുത്തു പോരും 9 9 9 9 9 9 9 9. ഇവിടെ 10 8 പോയാൽ 2 വരും, കണ്ടോ? ഓക്കെ, ഇവിടെ ടോട്ടൽ 2 4 6 8 10 നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടയെടുത്ത് ഇവിടെ 0 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, 9 ആകും, 9 9 9 9 9 9 10. ദെൻ 10 മൈനസ് 8 2, ബാക്കിയൊക്കെ 9 ആയി. ഇവിടെ 998നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് കേട്ടോ, മൈനസ് ഇട്ടു. 998നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 5 40 0 ഇഷ്ടം 4. 9 5 45 45 4 8 5 40 0 ഇഷ്ടം 4. 9 5 45 45 4 49. 9 5 45 4 49. 9 5 45 45 4 സോറി, വെറുതെ അല്ല, ഞാൻ എന്താണ് ആ നമ്പർ ഒന്ന് മാച്ച് ആവാത്ത നോക്കി നിൽക്കണേ. നമ്മൾ 5 കൊണ്ടല്ല ഗുണിക്കേണ്ടത്, 6 കൊണ്ടാണ്. വെറുതെ അല്ല, 6 8 ആണ് കേട്ടോ. 6000 ഇൻറ്റു 998 ആണ്. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ 5 കണ്ടപ്പോൾ പെട്ടെന്ന് 5ലോട്ട് പോയതാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തല്ലോ. 3 ഇൻറ്റു 2 6 6 ഇൻറ്റു 1000 6000. അപ്പോൾ 6000 ഇൻറ്റു 998 ആണ്. 8 40 6 8 48 8 ഇഷ്ടം 4 വരും. 9 6 54 54 4 58 8 ഇഷ്ടം 5 വരും. 9 6 54 5 59. ഇനി എത്ര പൂജ്യം ഉള്ളത്? 3 പൂജ്യം അല്ലേ, അതിട്ട് കൊടുക്കുക. കണ്ടോ? ഓക്കെ, ഇനി നമ്മളിത് സബ്ട്രാക്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എന്താ കാട്ടി? 1000ൻ്റെ ക്യൂബ് കണ്ടു, 2ൻ്റെ ക്യൂബ് 8, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്തു. ആദ്യം ഇതിൽ നിന്ന് 8 മൈനസ് ചെയ്തപ്പോൾ കിട്ടി, പിന്നെ 6998 മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും കിട്ടി. ഇനി നമ്പർ മൈനസ് ചെയ്യാൻ പോകണം നമ്മൾ കേട്ടോ. 9 3 വീണ്ടും 9 9 9 9 2 then 3 0 0 0 0 8 8 9 5 2 9 9. 9 8 പോയാൽ 1, 9 8 പോയാൽ 1, 9 9 പോയാൽ 0, 9 5 പോയാൽ 4 9 9. 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി 10 കോടി. 99 crore 40 lakh 11,992. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. 99 crore 40 lakh 11,992. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം. നമ്മളിപ്പോൾ ചെയ്തത് എക്സ്പാൻഡ് ആണ് ചെയ്തത്. ഇനി നമ്മൾ
ഫാക്ടറൈസേഷനിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തത് 8a³ പ്ലസ് b³ പ്ലസ് 12a² b പ്ലസ് 6ab² ആണ്. ഇവിടെ നമുക്കുള്ള രണ്ട് ഐഡൻറ്റിറ്റി, ഒന്ന് എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബും ഒന്ന് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബും. നമ്മൾ പറഞ്ഞു രണ്ട് ക്യൂബ് വരുമ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബും എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബാണ് വരിക. ഇവിടെ എല്ലാം പോസിറ്റീവാണ്, കംപ്ലീറ്റ് പോസിറ്റീവാണ്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഐഡൻറ്റിറ്റിയാണ് അവിടെ വരിക. ഇനി ക്യൂബ് വരുന്നതാണ് ഒന്ന് x³, 8a³. പിന്നെ y³ ക്യൂബ് വരുന്നത്, അത് b³. അത് ഞാൻ x³ = 8a³ എടുത്തു. 8ൻ്റെ ക്യൂബ് 2 a³ ക്യൂബ് a ആണ്. അപ്പോൾ x = 2a എന്ന് കിട്ടി. y³ b ആണ്, അപ്പോൾ y b ആണ്. ഇനി നമുക്ക് 3x² കാണാം. ഓക്കെ, 3x² കാണാം. 3x², 3 × x എന്ന് പറഞ്ഞാൽ 2a, അപ്പോൾ 2a² ഇൻറ്റു b, y b, അപ്പോൾ y. 2ൻ്റെ സ്ക്വയർ 4, a-ൻ്റെ സ്ക്വയർ a². 3 × 4 12, അപ്പോൾ 12a² b. അത് ഇവിടെ ഉണ്ട്. എവിടെ 12a² b. അടുത്തത് 3xy² കാണാം. 3 × x ഇട്ട് കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് b² കൊടുത്തു, y² സ്ഥാനത്ത്. 3 × 2 6 ആണ്, അപ്പോൾ 6ab². അത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റി കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതിനെ ഒന്നിച്ച് നമുക്ക് നമ്മളുടെ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സിൻ്റെ സ്ഥാനത്ത് 2 ആണ്, വൈയുടെ സ്ഥാനത്ത് b ആണ്. അപ്പോൾ 2a + b ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അഥവാ 2a + b × 2a + b × 2a + b. ഓക്കെയാണേ? എന്നാൽ അടുത്തും കൂടി നോക്കാം. അപ്പോൾ ഒന്നും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, 8a³ - b³ - 12a² b + 6ab². ഇവിടെ മൈനസ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബാണ് ഇവിടെ യൂസ് ചെയ്യുക. നോക്കിയാൽ ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു x³ ഉണ്ടാവും, y³ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ x³ നമുക്ക് 8a³ എന്ന് എടുക്കാം. അതിൽ നിന്ന് എക്സ് എന്ത് കിട്ടും? 8ൻ്റെ ക്യൂബ് എത്രയാണ്? 2 ആണ്. a³ a ആണ്. ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 2നെ 3 വട്ടം ഗുണിക്കുമ്പോഴാണ് 8 കിട്ടുക. അതാണ് ക്യൂബ് പറയുന്നത് കേട്ടോ. 2നെ 3 വട്ടം ഗുണിക്കുമ്പോഴാണ് 8 കിട്ടുക. a-നെ 3 വട്ടം ഗുണിക്കുമ്പോഴാണ് a³ കിട്ടുക. ഇനി -y³ - b³. അപ്പോൾ y³ എന്ന് പറയുന്നത് b³ ആണ്. സൈൻ നോക്കണ്ട, ഇവിടെയും സൈൻ ഉണ്ട്, ഇവിടെയും സൈൻ ഉണ്ട്. അപ്പോൾ സൈൻ എടുക്കണ്ട. y³ എന്ന് പറഞ്ഞാൽ b³ ആണ്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ b ആണ്. y എന്ന് പറഞ്ഞാൽ എന്താണ്? b ആണ്. ഇനി സൈൻ നോക്കണ്ട നമ്മൾ. ഇനി 3x² കാണണം. അപ്പോൾ 3 × എക്സിൻ്റെ സ്ഥാനത്ത് 2a കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് ബിയും കൊടുത്തു. 2ൻ്റെ സ്ക്വയർ 4, a-ൻ്റെ സ്ക്വയർ a². 3 × 4 12, 12a² b. 12a² b. 3x² കണ്ടോ? 3x² മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അടുത്ത 3xy² ആണ്, അത് പോസിറ്റീവ് ആണ്. 3 × 2 6, a × b² b², ab². പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? 8a³ - 12a² b + 6ab² - b³ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അങ്ങനെ വരും. അഥവാ 2a, എയുടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2a, b വൈയുടെ സ്ഥാനത്ത് b. അപ്പോൾ 2ab - 2a - b ദ ഹോൾ ക്യൂബ്, അഥവാ 2a - b × 2a - b × 2a - b. ഒരെണ്ണം കൂടെ 27 - 125a³ 135a 225a². ഇതിൽ ഒരു ക്യൂബ് ഉള്ളൂ. അപ്പോൾ എങ്ങനെ സാറേ നമുക്ക് ഇവിടെ 2 ക്യൂബ് ഉണ്ടെന്ന് പറയാൻ പറ്റുക? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെറ്റർ വരുന്നതിന് അങ്ങോട്ട് വിട്ടോളാം. ഇവിടെ ഒരു 27 ഒറ്റക്ക് കിടക്കണുണ്ടോ? കണ്ടോ? ഈ 27 ഒരു ക്യൂബ് ഉണ്ട്. ആരാന്നറിയോ? 27 ആരുടെ ക്യൂബാണെന്നറിയോ? 3ൻ്റെ ക്യൂബാണ് 27. അപ്പോൾ 27 നമുക്ക് 3³ എന്ന് എഴുതാൻ പറ്റും. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് x³ മൈനസുകളുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ x³ സ്ഥാനത്ത് ഞാൻ 27 കൊടുത്തു, കാരണം അതാണ് പോസിറ്റീവ്, എക്സ് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ x³ സ്ഥാനത്ത് ഞാൻ 27 കൊടുത്തു. അപ്പോൾ എക്സ് എത്രയായിരിക്കും? എന്തിൻ്റെ ക്യൂബാണ് 27? 3ൻ്റെ ക്യൂബാണ് 27. അപ്പോൾ x 3 കിട്ടും. ഇനി y³ സ്ഥാനത്ത് ക്യൂബ് വരുന്ന അടുത്ത ആൾ ആരാ? ഇതാണ് ക്യൂബ് വരുന്ന അടുത്ത ആൾ, 125a³. അപ്പോൾ y³ സ്ഥാനത്ത് ഞാൻ 125a കൊടുത്തു. 125 എന്തിൻ്റെ ക്യൂബാണെന്ന് പറയാൻ പറ്റുമോ? 125 5ൻ്റെ ക്യൂബാണ്. അപ്പോൾ y = 5a എന്ന് കിട്ടും. y = 5a എന്ന് കിട്ടും. ഇനി നമുക്ക് 3x² ഒന്ന് കണ്ടുനോക്കാം. നോക്കിയാ 3 × x എത്രയാ? 3 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ y എന്ന് പറയുന്നത് 5a ആണ്.
3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ ദെൻ 9 5 45, 45 × 3 135 ഏതാ? അതും ഇവിടെ കിട്ടി നമുക്ക്. അത് നെഗറ്റീവാണ്, ഇവിടെയും നെഗറ്റീവാണ്. അടുത്തത് 3xy². 3 × x 3 ആണ്, y 5 ആണ്, അതിൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25. 3 × 3 9. 9 × 25 225 കിട്ടും. അതും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതും ഏത് ഫോർമാറ്റിലാണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബിൻ്റെ ഫോർമാറ്റാണിത്. എക്സിൻ്റെ സ്ഥാനത്ത് 3 ആണ്, വൈൻ്റെ സ്ഥാനത്ത് 5a ആണ്. അപ്പോൾ 3 - 5a എന്നുള്ള ഫോർമാറ്റിലോട്ട് വരും. 3 - 5a. ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ സാധനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് സാധനം ഈ 2 സ്റ്റെപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. 3 - 5a ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 3 - 5a × 3 - 5a × 3 - 5a. അടുത്ത് 64a³ - 27b³. ഇവിടെയും മൈനസ് വരുന്നുണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് യൂസ് ചെയ്യണം. x³ = 64a³. 2 ക്യൂബ് വരുന്ന ആളുകളുണ്ടല്ലോ. എക്സ് പോസിറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ്. 64 എന്തിൻ്റെ ക്യൂബാ? ഏത് നമ്പറിനെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്താലാണ് 64 കിട്ടുക? 4നെ. ഓക്കെ. അടുത്തത് y³ 27b³. 27 എന്തിൻ്റെ ക്യൂബാ? 3ൻ്റെ ക്യൂബ്. അപ്പോൾ എക്സ് 4a കിട്ടി, y 3bയും കിട്ടി. ഓക്കെ. ഇനി 3x²y ഒന്ന് കണ്ടു നോക്കാം. 3 × x 4a ആണ്, 4aൻ്റെ സ്ക്വയർ, y 3b ആണ്, 4ൻ്റെ സ്ക്വയർ 16, aൻ്റെ സ്ക്വയർ a². പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9 ആണ്, 9 × 16 144 a²b. ഇതാ. ദെൻ 3xy². 3 × x 4a, y 3b ആണ്, അതിൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9b². 3 × 4 12, 12a. Then 12 × 9 108ab². That also we got it. ഈ എക്സും വൈയും കിട്ടിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലേ? അപ്പോൾ 64a³ - 27b³ - 144a²b + 108ab³ എന്ന് പറഞ്ഞാൽ എന്താണ്? 4a - 3b ദ ഹോൾ ക്യൂബാണ്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്താണ്ടൊക്കെ നമ്മളിവിടെ എഴുതുന്നുണ്ട്. അതൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഐഡൻറ്റിറ്റിയിലോട്ടൊന്ന് മാറ്റിയതാണ്. x³ - 3x²y + 3xy² - y³ എന്നുള്ള ഐഡൻറ്റിറ്റിയിലോട്ട് മാറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 4a - 3b ദ ഹോൾ ക്യൂബ്, അഥവാ 4a - 3b × 4a - 3b × 4a - 3b. The next one 27p³ - 1/216 - 9/2p² + 1/4p. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ, എവിടേക്കാണ് ക്യൂബുകൾ വേരിയബിൾ വരുന്നതിന് നിങ്ങൾ വിട്ടോളുക. 27p³ പിന്നെ ഒരു ക്യൂബ് വരുന്നത് എവിടെയെന്നറിയോ? അത് ഇതാ 1/216 ആണ്. 6ൻ്റെ ക്യൂബാണ് 216. ഓക്കെ. അപ്പോൾ നമ്മൾ മൈനസ് ഉള്ളത് ഉപയോഗിച്ചു. x³ 27p³. എന്തിൻ്റെ ക്യൂബാ? 27. 3ൻ്റെ ക്യൂബാ സാറേ 27. അപ്പോൾ x 3p, p³ p ആണല്ലോ. ഇനി y³ = 1/216. എന്തിൻ്റെ ക്യൂബാ? 216. 6ൻ്റെ ക്യൂബാ സാറേ 216. അപ്പോൾ y = 1/6. ഓൾറെഡി നമുക്ക് ഇവിടെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആൻസർ ആയി ഇതാ 3p - 1/6 ദ ഹോൾ ക്യൂബ് ആണ് ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ 3p - 1/6, 3p - 1/6, 3p - 1/6. 3x²y ഒന്ന് കണ്ടു എന്നുള്ളൂ. 9p²/2 അവിടെ 9/2p² കിട്ടും. അടുത്ത് 3xy² കാണുമ്പോൾ p/4 കിട്ടും. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് പോകുക. പിയും 36ഉം കട്ട് ചെയ്യുമ്പോൾ 4 വരും ഇവിടെ. ആണോ? p/4 ഇവിടെ കിട്ടും. ജസ്റ്റ് ഒന്ന് കണ്ടെത്തുന്നുള്ളൂ. അപ്പോൾ 27p³ - 1/216 - p/2p² + 1/4p എന്ന് പറയുന്നത് എന്താണ്? 3p - 1/6 ദ ഹോൾ ക്യൂബ് ആണ്. അഥവാ 3p - 1/6 × 3p - 1/6 × 3p - 1/6. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചെയ്തത് ഒരു നമ്പറിനെ നമ്മൾ കട്ട് ചെയ്തിട്ട്, അഥവാ 1000 ഇപ്പോൾ 999 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 - 1 വെച്ചിട്ട് ചെയ്തു. 998 നമ്മൾ ചെയ്തു അല്ലേ? അപ്പോൾ 1000 - 2 വെച്ചിട്ട് അതിനെ x - y ദ ഹോൾ ക്യൂബ് അല്ലെങ്കിൽ x + y ദ ഹോൾ ക്യൂബ് പറഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്തു. അതേപോലെ തന്നെ എക്സ്പാൻഡ് ഫോം ചെന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഫാക്ടേഴ്സും കണ്ടുപിടിച്ചു.
ഈ 2 മെത്തേഡുകളാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ചെയ്തത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എങ്ങനെയാണ് നമ്മൾ നമുക്കതിൽ നിന്ന് എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ 2 ക്യൂബ് വന്നു കഴിഞ്ഞാൽ അത് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 2 ക്യൂബും 2 സ്ക്വയറും ഉണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ആണെന്ന് പറയാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മളത് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ 2 ചോദ്യങ്ങൾ. ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.